ഹായ് ഗെയ്സ്, ഞാൻ ഇന്ന് കണ്ട ഏറ്റവും വേദനയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഈ മനുഷ്യന് തൂക്കുകയറ് വിധിച്ചതാണ്, തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ്. തൂക്കിക്കൊല്ലുന്നതിൻ്റെ തൊട്ടു മുൻപ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തതാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും മറ്റും ആലോചിച്ചിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് നോക്കാം. എന്താണ് ഇയാളെ കഥ എന്നുള്ളത്, എങ്ങനെയാണ് ഇയാൾ കുടുങ്ങിയത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സങ്കടം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലും ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇയാളെ പേര് നാഗേന്ദ്രൻ എന്നാണ്, തമിഴ്നാട്ടുകാരനാണ്. അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ഒരുപാട് പ്രാരാബ്ദങ്ങൾ കാരണം നാട്ടിൽ നിന്നിട്ട് ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി സിംഗപ്പൂരിലേക്ക് യാത്രയാവുന്നു. അവിടെ ഒരു ജോലി തരപ്പെട്ട് 1.5 വർഷത്തോളം ആ ജോലി ചെയ്ത് ഏകദേശമൊക്കെ സെറ്റിലാവും എന്നൊക്കെ തോന്നുന്നു. അതായത് ഒരു 3-4 കൊല്ലം, ഒരു 4-5 കൊല്ലം നിന്നാൽ ഇയാളെ ഫാമിലിക്കും സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളൊരു രീതിയിലെത്തി. അങ്ങനെ ഇയാൾ നാട്ടിലെത്തി. 1.5 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി. അപ്പോൾ അവിടെ അവരെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ സിംഗപ്പൂരിലേക്ക് പോവാൻ നിന്ന് ഇയാളെ കയ്യിൽ, ഈ നാഗേന്ദ്രൻ്റെ കയ്യിലേക്ക് സുഹൃത്തുക്കൾ വന്നിട്ട് കുറച്ച് പൊതി കൊടുക്കുകയാണ്. ഇത് നീ സിംഗപ്പൂരിൽ എത്തിക്കണം, അവിടെ നമ്മളെ ഫ്രണ്ട് ഉണ്ടാവും, അവർക്ക് കൊടുത്താൽ മതി. ഒരാളെ രൂപം ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സിനെ അവിശ്വസിക്കേണ്ട കാര്യമല്ലല്ലോ, അതിൽ വിശ്വസിക്കേണ്ട, കൂടെ നടക്കുന്ന ചങ്കായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വിശ്വസിച്ച് പോവല്ലോ. അങ്ങനെ ഈ പാവം വിശ്വസിച്ച് പോയി. നിഷ്കളങ്കരെ എന്താ പറ്റിക്കാനും എളുപ്പമാണല്ലോ. അങ്ങനെ ആളെ വിശ്വസിച്ച് പോയി. എയർപോർട്ടിലെത്തി. ഇയാളെയും കുടുംബത്തിൻ്റെയും നിർഭാഗ്യവശാൽ അത് കസ്റ്റംസ് പിടികൂടി. നേരെ കസ്റ്റംസിൻ്റെ പിടിയിലാവുകയും അപ്പോൾ ആൾ കരഞ്ഞു പറഞ്ഞു, ഇത് എൻ്റേതല്ല, എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന ആൾക്ക് കൊടുക്കാൻ തന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിയാണല്ലോ. പക്ഷെ ആൾക്ക് വിധി വന്നു. പിന്നെ തൂക്കുകയറാണ്. അപ്പൊ തൂക്കിലേറ്റുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള വീഡിയോ ആണ്. ആൾക്ക് വിറച്ചിട്ട് സങ്കടം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ പടയാളികളെയൊക്കെ നോക്കുന്നുണ്ട്, ആർക്കെങ്കിലും തന്നെ രക്ഷിക്കും എന്നുള്ളതായിരിക്കാം. എങ്ങനെയായിരിക്കും ആ ഒരു നെഞ്ചിലെ നീറ്റല്. ഭാര്യ, കുട്ടികള്, അച്ഛന്, അമ്മ, ഇയാളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കുടുംബം അനാഥമായതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുക. ഈ ഒരു വീഡിയോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയ ഇയാളുടെ ഫ്രണ്ട്സിൽ കാണുന്നുണ്ടാവും, ഈ ദുഷ്ടന്മാരായ ആൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ഏതായാലും നശിച്ചു. ഈ ഒരു പാവം മനുഷ്യൻ്റെ ഒരു കുടുംബമാണ് നിങ്ങളെ ഇല്ലാതാക്കിയത്. ഇദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന ഒരു കുടുംബം അനാഥമായി. ഇയാളെ ഒരു മുഖം കാണുന്നില്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മളിവിടുന്ന് പറയാന്നല്ല, ഇങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിൽ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, ഒരു ദയ ഉണ്ടാവില്ല. അവർക്ക് ജീവിക്കണം, അവർക്ക് സന്തോഷിക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ.